നമ്മൾ ഒരുപാട് ലോജിസ്റ്റിക്സ് കമ്പനികൾ കണ്ടിട്ടുണ്ട്, പല രീതിയിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് സ്വർണം കൊണ്ടുപോകുന്നത്, പെട്രോൾ കൊണ്ടുപോകുന്നത്, അതുപോലെ ഈ പെർഫ്യൂംസ്, അതുപോലെ ഇങ്ങനെയുള്ള ഈ സ്പിരിറ്റ് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്പനി ഇവിടെ ഉണ്ട്. അതായത് വളരെ ചുരുക്കം കമ്പനികളിൽ, എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് കമ്പനികളിൽ ഇങ്ങനെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഈ DG വെയർഹൗസും DG ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളുള്ളൂ. അതിൽപ്പെട്ട ഒരു കമ്പനിയുടെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ഒരാളാണ് അബ്ദുൽ ബാസിത്ത്. ഹാസ് ഇൻസ്പെക്ട് മീ എന്നുള്ള കമ്പനിയുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ആള്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന സർവീസുകൾ? എന്റെ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സർവീസസ് ആണുള്ളത്. സാധാരണ എല്ലാ ലോജിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഡൊമസ്റ്റിക് ഉണ്ട്, ഇന്റർനാഷണൽ എല്ലാം ഉണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് DG ഡേഞ്ചേഴ്സ്, അതായത് പെട്രോള്, കെമിക്കല്, പെർഫ്യൂംസ്, ഗോൾഡ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഒരു ബിസിനസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ UAE ആകെ 4 പേർക്കുള്ള ഒരു ലൈസൻസ് ആണ് DG പാക്കിംഗ് സപ്ലൈ. അതിൽ രണ്ടാമത്തെ ടീമാണ് നമ്മൾ. വെരി ഗുഡ്. അപ്പൊ എന്താണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഡേഞ്ചറസ് ആയ ഒരുപാട് റിസ്കി ഫാക്ടേഴ്സ് ഇതിലില്ലേ? ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? എങ്ങനെയാണ് ഇത് ബിസിനസ്? എത്ര വർഷമായി? എത്ര സ്റ്റാഫ് ഉണ്ട്? ആരാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ? ഞങ്ങളിപ്പോ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം 14 കൊല്ലമായി. 2011 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് എന്റെ ഫാദറാണ്. അപ്പൊ ഫാമിലി ബിസിനസ് ആണ്. അതുകൊണ്ട് 100% നമുക്ക് വിശ്വസിക്കാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിശ്വാസം ഒരു വലിയ വിഷയമാണ്. കാരണം ഇത്രയും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം, ആംസ് അടക്കമുള്ള സാധനം കൊണ്ടുപോകുമ്പോൾ കൊണ്ടുവരുമ്പോൾ സ്വർണ്ണമൊക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ നിൽക്കുന്നവർ എപ്പോഴും ആ രീതിയിലുള്ള ഒരു ഇതായിരിക്കണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ റെഗുലേഷൻസ് ഒരുപാട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു ലൈസൻസിങ് പ്രോസസ്? ഇപ്പൊ നമുക്കെന്ന് വെച്ചാൽ യുഎന്റെ, അതായത് ലോകത്തില് യുഎന്റെ റെഗുലേഷൻസ് ഉണ്ട്. അത് അനുസരിച്ചിട്ടായിരിക്കണം ട്രാൻസ്പോർട്ടേഷൻ മൊത്തം. അതിന്റെ റെഗുലേഷൻസിൽ ഒരു ബുക്ക് തന്നെ ഉണ്ട്. എല്ലാ കൊല്ലവും അപ്പൊ നമ്മുടെ ഈ സ്റ്റാഫിനെ അത് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യണം. 2 കൊല്ലത്തിൽ ഒരിക്കൽ അവർ അതിന്റെ എക്സാം എഴുതണം. അതിന്റെ പാസിംഗ് മാർക്ക് എന്ന് വെച്ചാൽ 80% വാങ്ങണം. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പം 10-20 സ്റ്റാഫാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നെക്സ്റ്റ് ലെവലിൽ പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്ലാൻ? നമ്മുടെ അടുത്ത ഒരു ഡ്രീം എന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് ഒരു 5 to 10 years നമുക്ക് GCC-യിൽ യൂറോപ്പ്, ആഫ്രിക്ക, ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും കോർപ്പറേറ്റ് ആയിട്ടാണെങ്കിലും ഇനി നിങ്ങൾക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ഇല്ലെങ്കിൽ പോലും ഈ ടൈപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് നമ്മളുടെ ഈ പറഞ്ഞെല്ലാം ജ്വല്ലറി മുതൽ പെർഫ്യൂംസ് മുതൽ ആംസ് മുതൽ പെട്രോൾ മുതൽ സാമ്പിൾസ്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകാനോ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഉള്ള ഒരു പാതയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇതിപ്പോ നിങ്ങൾ ആരുടെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിലോ ഇല്ല ചെയ്യുന്നില്ലെങ്കിലോ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് ബന്ധപ്പെടാവുന്ന 100% വിശ്വസിച്ച് ബന്ധപ്പെടാവുന്ന ഒരു കമ്പനിയാണ് ഹാസ് ഇൻസ്പെക്ട് മീ എന്നുള്ളത്. ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ യു വിൽ ബി ഗെറ്റിംഗ് ഓൺ ടു അബ്ദുൽ ബാസിത്ത്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഷെയർ ആവട്ടെ. മുനീർ അൽ വഫ വിത്ത്